ഹായ്. കാശ് കുറേ കയ്യിലുണ്ട്, പക്ഷെ ഒരു ബാങ്കിൽ ചെന്ന് ലോൺ കിട്ടണമെങ്കിലോ സിബിൽ സ്കോർ വേണം അല്ലേ? കാശ് ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. സിബിൽ സ്കോർ എന്ന് പറയുന്ന തിരിച്ചടവിൻ്റെ, അതായത് റീപേയ്മെൻറ്റ് ട്രാക്ക് നോക്കുന്ന സ്കോർ. അതായത് ആ സ്കോർ കറക്റ്റ് ബാങ്ക് പറയുന്ന ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് ആണെങ്കിൽ മാത്രമേ എത്ര വലിയ കൊടീശ്വരനായാലും അവന് ലോൺ കിട്ടത്തുള്ളൂ. Sir, like Chitragupta makes accounts of all our activities in this world to Yamadharma, there is this agency called CIBIL which is making a record of all our transactions. If you want to take a car loan, if the finance minister of this country wants to take a house loan, everything depends on the CIBIL score. But nobody knows how this CIBIL organization works. It's actually a private company. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ കുറിച്ച് വലിയ പിടുത്തൊന്നും ആർക്കുമില്ല, അതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത്. എന്നാൽ ബാങ്കുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സിബിൽ സ്കോർ നമ്മുടെ സ്കോറിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്ത് കൂടാനായിട്ടുള്ള വഴികൾ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗോൾഡ് ലോണാണ്. ഗോൾഡ് ലോൺ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പറ്റുമെങ്കിൽ ഇടയ്ക്ക് കുറച്ച്, സാധാരണ ഗോൾഡ് ലോൺ നമ്മൾ ഇതിനെ ചെയ്യുന്നത് നമ്മളൊരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 ഇയറിനോ വെച്ചിട്ടാണ് നമ്മളത് പുതുക്കി വയ്ക്കുക, അല്ലെങ്കിൽ അത് പുതുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങളൊരു 1 ഇയറിനോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം ചെറിയൊരു എമൗണ്ട് അതിലേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കോറിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് സിബിൽ സ്കോറിന് പെട്ടെന്ന് എഫക്റ്റ് ചെയ്ത് നിങ്ങൾ ഉയരങ്ങളിലേക്ക് സ്കോർ എത്തിക്കാവുന്ന ഒരു നല്ലൊരു മെത്തേഡാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെയുള്ള കൺസ്യൂമർ ലോൺസ്, ഇതെല്ലാം സ്കോറിൽ പെടും. ഏതൊരു ലോൺ എടുത്തു കഴിഞ്ഞാലും അത് സിബിൽ സ്കോറിൻ്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സിബിൽ സ്കോറിനെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സഹകരണ ബാങ്കിൽ നിന്നുള്ള ലോൺസിനാണ് സിബിൽ സ്കോർ വരാത്തത്. ബാക്കിയുള്ള എല്ലാ ബാങ്കുകളിൽ നിന്നും, ഇപ്പം മുത്തൂറ്റ്, മണപ്പുറം എന്നിങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതും സ്കോറെല്ലാം വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ, ഈ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കുന്നത്, അതൊരു അയൽക്കൂട്ടത്തിലൊക്കെ ആയിട്ട് ഒരു 5 പേര് 10 പേരൊക്കെ കൂടി ചേർന്ന് ലോൺ എടുക്കുമ്പോൾ അതിൽ ഒരാൾ അടയ്ക്കാതെ വന്ന ബാങ്കിലേക്ക് അടവ് കൃത്യമായിട്ട് എത്തിയില്ലെങ്കിൽ അത് ബാക്കിയുള്ള 4 പേരെ സിബിൽ സ്കോറിനെ ബാധിക്കും. എല്ലാവരുടെയും വിചാരം എന്താ വെച്ചെങ്കിൽ ആ വ്യക്തി അടയ്ക്കുന്നില്ല, ആളെ മാത്രമാണ് എന്നുള്ളതല്ല. അത് എല്ലാവരുടെയും സിബിൽ സ്കോറിനെ ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. പിന്നെ പലരും പറയുന്ന കേൾക്കാറുണ്ട്, ചിലരുടെ അച്ഛനമ്മമാർ പറയാറുണ്ട്, എൻ്റെ പേരിൽ ലോൺസ് ഒന്നുമില്ല എന്നുള്ളത്. മക്കൾ ആരെങ്കിലും ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ലോൺ എടുക്കണം. അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെ ആധാർ കാർഡോ പാൻ കാർഡോ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. അതായത് നമുക്കൊരു ലോൺ എടുക്കുമ്പോൾ ഇപ്പോഴും നമ്മളൊരു ഗ്യാരണ്ടർ, കോപ്ലിക്കൻ്റ് ആയിട്ട് ഒരാൾ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവരും അവരുടെ അച്ഛനെയോ അമ്മയോ ബ്രദറിനെയോ വൈഫിനെയോ ആരെങ്കിലും ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവുന്ന ചാൻസ് ഇല്ല. അപ്പോൾ ലോണിൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് കൊടുത്ത് ഒരു ലോണിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചടച്ചു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതായത് ഒരു ദിവസമോ 2 ദിവസമോ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. പിന്നീടുള്ള ലോൺസിന് അത് ഒരു ഇത്തിരി പ്രശ്നമായിരിക്കും. അത് 2 ദിവസം 1 ദിവസം ആണെങ്കിലുള്ള കാര്യമാണ്. അത് ഒരുപാട് ദിവസം ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി വലിയൊരു പ്രശ്നമായി മാറും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലോൺ തന്നെ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇനി ലോൺസ് എല്ലാം എടുക്കുമ്പോൾ അടവുകളെല്ലാം കൃത്യമായിട്ട് അടയ്ക്കണം. അതെല്ലാം മുകളിൽ സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം എല്ലാ തിരിച്ചടവും കറക്റ്റായിട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ പണി കിട്ടും.